ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 7 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 11 എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന പാഠഭാഗത്തിലെ 174 മുതൽ 179 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. എന്താണ് അപ്പാർട്ടൈഡ് നടപ്പിലാക്കാൻ കൊണ്ടുവന്ന ചില നിയമങ്ങൾ, ഈ നിയമങ്ങളുടെ ഫലമായി വ്യക്തികളും സമൂഹവും എന്തെല്ലാം വെല്ലുവിളികൾ നേരിട്ടു, എങ്ങനെയാണ് ജനങ്ങൾ ഈ വെല്ലുവിളികളെ നേരിട്ടത്, സൗത്ത് ആഫ്രിക്കൻ ഫ്രീഡം മൂവ്മെൻറ്റ് എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. So let's move on to the question answers. Question number 37. What is apartheid? എന്താണ് വർണ്ണവിവേചനം? The social order that discriminated the blacks racially and economically is known as apartheid, due to which the whites in South Africa got high consideration. അതായത് കറുത്ത വർഗ്ഗക്കാർക്കെതിരെ വംശീയമായും സാമൂഹികമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ വേർതിരിക്കലിൻ്റെ സാമൂഹ്യ ക്രമമാണ് അപ്പാർത്തൈഡ്. ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാർക്ക് ഉയർന്ന പരിഗണന ഇതുമൂലം ഉറപ്പാക്കപ്പെട്ടു. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ കറുത്ത വർഗ്ഗക്കാർക്ക് രാഷ്ട്രീയ അധികാരവും ഭൂമിയിന്മേലുള്ള അവകാശവും രാഷ്ട്രീയ പ്രാതിനിധ്യവും ദക്ഷിണാഫ്രിക്കൻ പൗരത്വവും എല്ലാം ഇതുമൂലം നിഷേധിക്കപ്പെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ നാഷണൽ പാർട്ടി കെയിം ടു പവർ ഇൻ സൗത്ത് ആഫ്രിക്ക? ആൻസർ 1948. നെക്സ്റ്റ് വൺ. What are the laws that were introduced for executing the apartheid? ഇത് പേജ് നമ്പർ 175 ഒരു ടേബിൾ കിടക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, നേറ്റീവ് പാസ് ലോ ആക്ട്. ദ ബ്ലാക്സ് നീഡഡ് സ്പെഷ്യൽ പാസസ് ഫോർ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് കറുത്ത വർഗ്ഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ പ്രത്യേക അനുമതി പത്രങ്ങൾ ആവശ്യമായിരുന്നു. നെക്സ്റ്റ് ലോ, ഗ്രൂപ്പ് ഏരിയാസ് ആൻഡ് സെഗ്രിഗേഷൻ ആക്ട്. People were transported to different locations based on race. This was known as the Great Apartheid. വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേക പ്രദേശങ്ങളിലേക്ക് മാറ്റി. ഈ വ്യവസ്ഥ മഹാവർണ്ണവിവേചനം എന്നറിയപ്പെട്ടു. നെക്സ്റ്റ് വൺ, പോപ്പുലേഷൻ രജിസ്ട്രേഷൻ ആക്ട്. ഐഡൻറ്റിറ്റി കാർഡ് വാസ് മെയ്ഡ് കമ്പൽസറി ഫോർ ഓൾ ഹൂ കംപ്ലീറ്റഡ് 18 ഇയേഴ്സ് ഓഫ് ഏജ്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും അവരുടെ വംശത്തെ വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി. നെക്സ്റ്റ് വൺ, Homeland System Bantu Authorities Act. The blacks became citizens of special local self-government bodies and hence lost their South African citizenship. അതായത് കറുത്തവർ പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരന്മാരായി മാറുകയും അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്തു. നെക്സ്റ്റ് വൺ, റിസർവേഷൻ ഓഫ് സെപ്പറേറ്റ് അമ്യൂണിറ്റീസ് ആക്ട്. Signboards were installed in public places such as grounds, beaches, buses, hospitals, schools, parks, etc. അതായത് മൈതാനങ്ങൾ, ബീച്ചുകൾ, ബസ്, ആശുപത്രി, സ്കൂളുകൾ, പാർക്ക് തുടങ്ങിയ പൊതു ഇടങ്ങളിൽ സൂചനാ ഫലകങ്ങൾ സ്ഥാപിച്ചു. നെക്സ്റ്റ് വൺ, ദ ബൻഡു എഡ്യൂക്കേഷൻ ആക്ട്. ദ ബ്ലാക്സ് were restricted to undergo traditional education only. കറുത്ത വർഗ്ഗക്കാർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രം അവകാശം നൽകി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What happened to the people of South Africa when the whites implemented inhuman laws? വെള്ളക്കാർ മനുഷ്യത്വരഹിതമായ നിയമങ്ങൾ നടപ്പിലാക്കിയപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ആൻസർ, വിത്ത് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻഹ്യൂമൻ ലോസ് ദ പീപ്പിൾ ഓഫ് സൗത്ത് ആഫ്രിക്ക were denied the right to vote, governance and education. മനുഷ്യത്വരഹിതമായ നിയമങ്ങൾ നടപ്പിലാക്കിയതോടെ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾക്ക് വോട്ടവകാശം, ഭരണം, വിദ്യാഭ്യാസം എന്നിവ നിഷേധിക്കപ്പെട്ടു. നെക്സ്റ്റ് വൺ, What were the reasons that led to the freedom movement of South Africa? ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തായിരുന്നു? ആൻസർ, colonization and apartheid adversely affected the life of the people of South African. The blacks of South Africa faced political, economic and cultural downfall. The native population struggled to meet even their basic needs. കോളനിവൽക്കരണവും വർണ്ണവിവേചനവും ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവുമായ തകർച്ചയെ അഭിമുഖീകരിച്ചു. തദ്ദേശീയ ജനത അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാനായിട്ട് പാടുപെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ആർ ദ പാർട്ടിസിപ്പൻസ് ദാറ്റ് ജോയിൻഡ് ദ സ്ട്രഗിൾ ഫോളോയിങ് ദ എക്സോർട്ടേഷൻ ഓഫ് ദ സൗത്ത് ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസ് ആൻഡ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്? ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിൻ്റെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഉത്ബോധനത്തെ തുടർന്ന് പോരാട്ടത്തിൽ പങ്കെടുത്ത പങ്കാളികൾ ആരൊക്കെയാണ്? ആൻസർ, factory workers, office workers, teachers and students joined the struggle. Next one, what was the importance of the year 1960 in the history of the freedom struggle of the African countries? ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ 1960 പ്രാധാന്യം എന്തായിരുന്നു?
Answer. This year in which 17 African countries got freedom has great relevance in the history of South Africa as well. The people who fought against pass laws were massacred at Sharpeville, and the armed rebellion against the South African government started during the same year in 1960. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഈ വർഷം 17 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഈ വർഷം ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിൽ വലിയ പ്രസക്തിയുണ്ട്. പാസ് നിയമങ്ങൾക്കെതിരെ പോരാടിയ ആളുകൾ ഷാർപ്വെല്ലയിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. 1960 അതേ വർഷം തന്നെ ദക്ഷിണാഫ്രിക്കൻ സർക്കാരിനെതിരായ സായുധ കലാപവും ആരംഭിച്ചു. നെക്സ്റ്റ് വൺ. നെൽസൺ മണ്ടേല റിമെയിൻഡ് ഇംപ്രിസൺഡ് ഫോർ 18 years ഓൺ വിച്ച് ഐലൻഡ്? നെൽസൺ മണ്ടേല ഏത് ദ്വീപിലാണ് 18 വർഷം തടവിലായിരുന്നത്? ആൻസർ. റോബൻ ഐലൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The stay at home was a major struggle in the history of the freedom struggle of South Africa. Why? ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു പ്രധാന സമരമായിരുന്നു സ്റ്റേ അറ്റ് ഹോം, അതായത് വീട്ടിലിരിപ്പ് സമരം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആൻസർ. ഇറ്റ് വാസ് എ ന്യൂ മോഡ് ഓഫ് സ്ട്രഗിൾ വിച്ച് വാസ് ഓർഗനൈസ്ഡ് ഡിമാൻഡിംഗ് ദ റൈറ്റ് ടു വോട്ട്, എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് വിത്തൗട്ട് അപ്പാർട്ടൈഡ് ആൻഡ് ദ റിട്രീവൽ ഓഫ് പാസ് ലോസ്. The African National Congress and the South African Indian Congress led the struggles. Native and Indian workers took part in the struggle. The factories, textile mills, and schools across the country remained shut. This strike revealed the unity and strength of the anti-apartheid movement. വോട്ടവകാശം, വർണ്ണവിവേചനരഹിതമായ ഭരണഘടന, പാസ് നിയമങ്ങൾ പിൻവലിക്കൽ എന്നിവ ആവശ്യപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു പുതിയ സമരരീതിയായിരുന്നു സ്റ്റേ അറ്റ് ഹോം. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസും സമരങ്ങൾക്ക് നേതൃത്വം നൽകി. സ്വദേശികളും ഇന്ത്യക്കാരുമായ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. രാജ്യത്തുടനീളമുള്ള ഫാക്ടറികളും ടെക്സ്റ്റൈൽ മില്ലുകളും സ്കൂളുകളും അടഞ്ഞുകിടന്നു. ഈ സമരം വർണ്ണവിവേചന വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഐക്യവും ശക്തിയും വെളിപ്പെടുത്തി. നെക്സ്റ്റ് വൺ. ഹൗ ഡിഡ് ദ ഗവൺമെൻറ് പണിഷ് നെൽസൺ മണ്ടേല വെൻ ഹി കോൾഡ് ഫോർ ആംഡ് റിബല്യൻ? സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്ത നെൽസൺ മണ്ടേലയെ സർക്കാർ എങ്ങനെയാണ് ശിക്ഷിച്ചത്? ആൻസർ. Nelson Mandela was sentenced to life imprisonment for sabotage, treason, and conspiracy in 1964. He had to suffer rigorous imprisonment in the Robben Island and Portsmouth jail for a continuous 26 years. 1964 നെൽസൺ മണ്ടേലയെ അട്ടിമറി, രാജ്യദ്രോഹം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. തുടർച്ചയായി 26 വർഷം റോബൻ ദ്വീപിലും പോൾസ്മൂർ ജയിലിലും അദ്ദേഹത്തിന് കഠിന തടവ് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് അഗെയിൻസ്റ്റ് അപ്പാർട്ടൈഡ്? വർണ്ണവിവേചനത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ പാസാക്കിയ പ്രമേയം എന്താണ്? ആൻസർ. അപ്പാർട്ടൈഡ് ഈസ് ആൻ ഒഫൻസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി. വർണ്ണവിവേചനം മനുഷ്യത്വത്തിനെതിരായ കുറ്റമാണ്. നെക്സ്റ്റ് വൺ. വെൻ വാസ് നെൽസൺ മണ്ടേല റിലീസ്ഡ് ഫ്രം പ്രിസൺ? എപ്പോഴാണ് നെൽസൺ മണ്ടേല ജയിൽ മോചിതനായത്? ആൻസർ. ഓൺ February 11, 1990. നെക്സ്റ്റ് വൺ. വെൻ വാസ് ദി അപ്പാർട്ടൈഡ് പോളിസി അബോളിഷ്ഡ്? എപ്പോഴാണ് വർണ്ണവിവേചന നയം നിർത്തലാക്കപ്പെട്ടത്? ആൻസർ. 1991. നെക്സ്റ്റ് വൺ. വെൻ വാസ് നെൽസൺ മണ്ടേല elected as the first black president of the Free Democratic South African Republic? സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റായി നെൽസൺ മണ്ടേല തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോഴാണ്? ആൻസർ. 1994. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ചാപ്റ്റർ 11 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ചാപ്റ്റർ 12 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ടിൽ ദെൻ ബൈ.